ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ബെൽജിയം വ്ലോഗ് പാർട്ട് 3. സോ ഞങ്ങൾ ബെൽജിയത്തെത്തിയതിൻ്റെ രണ്ടാമത്തെ ഡേ ആണ് ഇന്ന്. ഫ്രഷപ്പ് ആയിട്ട് രാവിലെ തന്നെ ഒരു 7 o'clock മുമ്പ് തന്നെ ഞങ്ങൾ പുറത്തിറങ്ങി. ഞങ്ങൾക്ക് ഇന്നൊരു ഡെസ്റ്റിനേഷൻ ഇവിടെ പോകണം എന്നൊന്നും ഉണ്ടായിരുന്നില്ല. ഗൂഗിൾ മാപ്പ് എടുക്കുക, അടുത്ത് ഏതാണ് സ്ഥലം അവിടെ പോവുക എന്നൊറ്റ മൈൻഡിലാണ് ഞങ്ങൾ അങ്ങോട്ട് പോയത്. അങ്ങനെ നടന്ന് ഫസ്റ്റ് ചെന്നെത്തിയത് ഒരു മാർക്കറ്റ് പ്ലേസിലോട്ടാണ്. അവിടെ പ്രത്യേകിച്ചൊന്നും കാണാനുണ്ടായില്ല. സോ അവിടെ നിന്ന് ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങി ഞങ്ങൾ വേറൊരു സ്ഥലത്തോട്ടാണ് പോയത്. ആദ്യമൊക്കെ നടന്ന് കണ്ടെങ്കിലും പിന്നെ ഞങ്ങളുടെ കാലൊക്കെ അങ്ങോട്ട് ക്ഷീണിച്ചു. അപ്പോൾ ഞങ്ങൾ ബസ് അല്ലെങ്കിൽ ട്രാമിലോട്ട് എന്തെങ്കിലും കയറാൻ വെച്ചു. പക്ഷേ ഈ കയറുന്നതിലൊക്കെ കളവണ്ടി കയറിയ പോകുന്നത്, അതായത് ടിക്കറ്റ് ഒന്നും എടുക്കാണ്ട്. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ബെൽജിയം പാലസിലോട്ടാണ് പോയത്. നമുക്ക് ഇതിന്റെ അകത്തൊന്നും കയറാനുള്ള പെർമിഷൻ ഒന്നുമില്ല. എല്ലാവരും പുറത്തു നിന്നൊക്കെ എടുക്കുന്ന ഫോട്ടോസും വീഡിയോസും ഒക്കെ മാത്രമേ ഉള്ളൂ. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഒരു പാർക്ക് പോലത്തെ ഒരു സംഭവമുണ്ട്. സ്പ്രിങ് സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് ഇതുപോലെ ഒത്തിരി വൃക്ഷങ്ങളിൽ ഇങ്ങനെ പൂക്കളൊക്കെ വന്ന് നിൽക്കുന്നത് കാണാൻ വേണ്ടി നല്ല ഭംഗിയായിരുന്നു. അങ്ങനെ അവിടുത്തെ ഇതെല്ലാം കണ്ടിട്ട് ഞങ്ങൾ നേരെ പോയത് ബെൽജിയം സെൻട്രലിലോട്ടാണ്. ഞാൻ ആദ്യം അവിടെ എത്തിയപ്പോൾ തന്നെ എനിക്ക് കാണാൻ ഫസ്റ്റ് പോയത് ഈ ഷോപ്പിലാണ്. ഈ ഷോപ്പിന്റെ ഉൾവശം കാണാൻ ഭയങ്കര രസമാണ്. ബെൽജിയത്തിന്റെ ഏറ്റവും ഫേമസ് ആയ ഒരു ഫുഡാണ് വേഫിൾസ്. ഞങ്ങൾ അവിടെ പോയപ്പോൾ ഫസ്റ്റ് ട്രൈ ചെയ്തത് വേഫിൾസ് ആണ്. അതിന്റെ കൂടെ തന്നെ സ്ട്രോബെറിയും ചോക്ലേറ്റ്. അങ്ങനെ അത് കഴിച്ചിട്ട് ഞങ്ങൾ നേരെ സെൻട്രലോട്ട് പോകുന്ന വഴിക്ക് ഒരു സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫർ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഫോട്ടോ എടുത്തിട്ട് നേരെ പ്രോപ്പർ സെൻട്രലോട്ടാണ് ഞങ്ങൾ പോയത്. വീഡിയോ ലെങ്തിന്റെ പരിമിതി കാരണം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ ഇതിന്റെ ബാക്കിയായിട്ട് വരുന്നതായിരിക്കും. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാൻ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ.